CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ ഇന്നലെ രാജ്യം കണ്ട വികൃതമായ ഒരു പ്രസംഗം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയാണ്, രാജ്യത്ത് 100 വർഷം സന്നദ്ധ സേവനം നടത്തിയ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ്. ഗാന്ധിവധത്തിൽ കുറ്റാരോപിതനായ ഒരു സംഘടന, കുറ്റാരോപിതരാക്കപ്പെട്ട സംഘടന, അതിൻ്റെ നേതാവ് ഹിന്ദു മഹാസഭയുടെ നേതാവായ വീർ സവർക്കറിൻ്റെ ചിത്രം ഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച മറ്റൊരു സാഹചര്യം. അവിടെ നിന്നുകൊണ്ടാണ് മോദി പറയുന്നത് വലിയ സന്നദ്ധ സേവനമാണ് രാജ്യത്തിന് വേണ്ടി RSS നടത്തിയതെന്ന്. ഭിന്നിപ്പിൻ്റെ, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം രാജ്യത്ത് പടർത്തിയ RSSനെ എങ്ങനെയാണ് മഹത്വവൽക്കരിക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതുതന്നെയാണ് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 14 എന്ന് പറഞ്ഞാൽ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞവരാണ് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തെ നിഷേധിക്കൽ, ഗാന്ധിയെ നിന്ദിക്കലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയത്. 100 കൊല്ലത്തെ ചരിത്രം പറയുമ്പോൾ അത് 25 കൊല്ലം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ ചരിത്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അതിനടിസ്ഥാനപ്പെട്ട ഭരണഘടനയും അതിനടിസ്ഥാനപ്പെടുത്ത മതനിരപേക്ഷ രാഷ്ട്ര സങ്കല്പവും ഉണ്ടായ രൂപപ്പെടുത്തുക എന്ന ആവശ്യത്തോടു കൂടി ഇവിടെ നടന്നിട്ടുള്ള തീവ്രമായ പോരാട്ടത്തെ ഒറ്റുകൊടുക്കുകയും വഞ്ചിക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് RSS ചരിത്രത്തിൽ വഹിച്ച പങ്ക്. 2, ഇതേ RSS ആണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് കാശ്മീരിലെ ജനങ്ങൾ അവിടുത്തെ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്ത ഒരു ബഹുജന പ്രസ്ഥാനം രൂപപ്പെടുത്തിയപ്പോൾ ആ ഷെയ്ഖ് അബ്ദുള്ള അടക്കമുള്ള ജനങ്ങൾ ഇതിന് അനുകൂലമായി, ഇന്ത്യക്ക് അനുകൂലമായി വികാരപരമായി രംഗത്ത് വന്നപ്പോൾ കാശ്മീരിലെ പാകിസ്ഥാനിൽ ചേർക്കാൻ നടന്ന ആളാണ് രാജാ ഹരിസിംഗ്. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് കാശ്മീരിൽ സംവിധാനം ഉണ്ടാക്കി. ഇന്ത്യൻ പട്ടാളക്കാര് കാശ്മീരിലേക്ക് പോയി. രാജാ ഹരിസിംഗിന്റെ ഗുണ്ടകളായി വന്ന് പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് വന്ന് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിച്ച ചരിത്രം കൂടി ഈ പറയുന്ന RSS ഉണ്ട് എന്ന് പ്രധാനമന്ത്രി മറന്നു പോകരുത്. ഇന്ത്യ രാജ്യത്തുനിന്ന് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഔട്ട് പോസ്റ്റുകൾ ആക്രമിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ച ഹരിസിംഗിന്റെ സംഘത്തിന് പിന്തുണ കൊടുക്കുകയാണ് RSS ചെയ്തതെന്ന് RSSന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വേഷം കെട്ടി കാവി തലപ്പാവൊക്കെ വെച്ച് ഒരു 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 മതരാഷ്ട്രീയം ഉണ്ടാക്കാനുള്ള പരിസരത്തിൽ നിന്നുകൊണ്ട് എത്ര വികൃതമായ അഭിനയങ്ങൾ കാട്ടിയാലും നന്നായി മനസ്സിലാകുന്നവരായി നാട്ടുകാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് RSSനെ മഹത്വവൽക്കരിക്കാനാവില്ല. ഇവിടെ നടന്ന ഭീകര വർഗീയ കലാപങ്ങളുടെ എണ്ണം എത്ര? നരേന്ദ്രമോദി ഉത്തരം പറയണ്ടേ? RSS നടത്തിയിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ദീപണ്ടി അടക്കമുള്ള കലാപങ്ങൾ, ആ ഓരോ കലാപത്തിലും RSSന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലേ? തലശ്ശേരി വർഗീയ കലാപം ഉൾപ്പെടെ ഗുജറാത്ത് വംശഹത്യയിലെ RSSന്റെ പങ്കെന്താ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ RSS എന്ന് പറയുന്നത് വർഗീയ കലാപത്തിനെ തടയും തരത്തിലാണോ, വർഗീയ കലാപം നടത്തുന്ന തരത്തിലാണോ? ഇന്നും നമ്മുടെ നാട്ടിൽ മനുഷ്യ വിഭജനത്തിന്റെ മാത്രം അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് RSS. അതുകൊണ്ട് അവരെ വിശുദ്ധവൽക്കരിക്കാൻ ഒരു പ്രസ്ഥാനത്തിനുമാവില്ല, ഒരു പ്രസ്താവനയ്ക്കും ആവില്ല. അതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ ഈ ഇന്നലെ കണ്ടതാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ അവരുടെ ആശംസ, സ്വാതന്ത്ര്യദിന ആശംസയിൽ ഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് സവർക്കറെ. നമ്മൾ മുൻപ് കാലങ്ങളിൽ കണ്ടതാണ്. ഗുജറാത്തിൽ അവർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 3000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കി സർദാർ വല്ലഭായ് പട്ടേലിനെ മഹത്വവൽക്കരിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഇപ്പോൾ വീർ സവർക്കർ ഗാന്ധിക്കും മുകളിലാണ്. ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം തന്നെയാണ് വളരെ പ്രസക്തം. ഇങ്ങനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ ചരിത്രത്തെ മായ്ക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. ഒറ്റക്കെട്ടായി തന്നെ നേരിടേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാപ്പിരന്ന ചരിത്രമുള്ളവരാണ്, ഷൂ നക്കിയ ചരിത്രമുള്ളവരാണ്. അവർക്കെവിടെയാണ്, ഏത് കോണിലാണ് സ്വാതന്ത്ര്യലബ്ധിയുമായി അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറായാൽ അതിനെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്? അനിൽകുമാർ, മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിനെ എതിർത്തുകൊണ്ടാണ് RSSന്റെ രൂപീകരണം നടപ്പാക്കാൻ മുന്നോട്ടിറങ്ങിയ ഹെഡ്ഗേവാർ അടക്കമുള്ളവർ കടന്നു വരുന്നത്. ബാലഗംഗാധര തിലകൻ അന്തരിച്ചതോടെ ആദ്യം കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരുന്ന ബാലഗംഗാധര തിലകൻ അന്തരിച്ചതിനെ തുടർന്ന് പകരം ആരെന്ന ചോദ്യത്തിന് മുന്നിൽ അരവിന്ദ് ബക്ഷയെ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കാൻ പോയ ആളാണ് ഹെഡ്ഗേവാർ. അപ്പൊ ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രകാരൻ പറയുന്നത് എന്താണ്?
ഗാന്ധിജി വരാതിരിക്കാൻ ഞങ്ങൾ മറ്റു പലരും തപ്പിപ്പോയി. അവസാനം ഗതികെട്ട് ഗാന്ധി തിരിച്ചു വന്നു. ഗാന്ധിയാണ് പിന്നെ വന്നത്. ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വരുന്നതും തടയാൻ ശ്രമിച്ച പരാജയപ്പെട്ട ചരിത്രമുള്ള ജവാഹറും കൂട്ടരുമാണ് നിരാശയിൽ നിന്നും ആർത്തം നിന്ന് സ്ഥാനം ഉണ്ടാക്കിയത്. ഇതൊക്കെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ചരിത്ര പാഠങ്ങൾ കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് നമുക്ക് പറയാനാവും. ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊറുക്കുന്ന കുറ്റമല്ല നരേന്ദ്രമോദി ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ഈ സാഹചര്യത്തിൽ ഈവനിംഗ് ഡിബേറ്റിൽ പ്രതികരിച്ചതിന്.